ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വായുടെ കർക്കിടക രാശി സ്ഥിതിയെക്കുറിച്ചാണ്. 2025 ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ ജൂൺ മാസം 7-ാം തീയതി വരെയുള്ള 65 ദിവസം കർക്കിടകം രാശിയിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് മൂലം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. മകരം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ചൊവ്വായ്ക്ക് ഏറ്റവും ബലമുള്ള രാശിയാണ്. ചൊവ്വ ഉച്ചം ചെയ്യുക എന്ന് പറയും. മകരം രാശിയുടെ 4, 11 ഭാവാധിപത്യം ഉള്ള ഗ്രഹമാണ് ചൊവ്വ. അതായത് കേന്ദ്രാധിപത്യ ശുഭത്വവും 11-ാം ഭാവാധിപത്യം കൊണ്ട് ഉപജയസ്ഥാനാധിപത്യവുമുള്ള ചൊവ്വ നീചം ചെയ്ത് നിൽക്കുകയാണ്. ഏറ്റവും ബലം കുറഞ്ഞാണ് നിൽക്കുന്നത്. എങ്കിലും ചില ദിവസങ്ങളിലും ചില ആഴ്ചകളും ഇടവിട്ട് ചില ആഴ്ചകളിൽ മൊത്തമായിട്ട് ഈ ചൊവ്വ നീചഭംഗം ചെയ്ത് രാജയോഗം പ്രദാനം ചെയ്യുന്നുണ്ട്. അത് ഈ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന് 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്കും പ്രയോജനമാണ്. നേട്ടങ്ങൾ വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കണം. മകരം രാശിക്കാർ ഇപ്പോൾ 7 ശനി പൂർണ്ണമായിട്ടും കഷ്ടതകളെല്ലാം അനുഭവിച്ച് അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ്. അതായത് 7.5 കൊല്ലത്തെ 7 ശനി എന്ന് പറയുമ്പോൾ വളരെ ദുഃഖവും ദുരിതവും ഇനി അനുഭവിക്കുവാനൊന്നുമില്ല. അങ്ങനെയുള്ള സ്ഥിതിയാണ് കഴിഞ്ഞുപോയത്. അതെല്ലാം കഴിഞ്ഞുപോയി. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കൊണ്ട് നോക്കുമ്പോൾ 5-ാം ഭാവത്തിൽ വ്യാഴം ബലവാനായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് പല കാര്യങ്ങൾക്കും ദൈവ അനുഗ്രഹവും കൂടിയാണ്. രാജയോഗകാരകനായി വർത്തിക്കുന്ന ആ നീചഭംഗം ചെയ്ത് നിൽക്കുന്ന ആ ചൊവ്വ 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഈ മകരം രാശിക്കാർക്കുണ്ട്. അതായത് ദമ്പതികളായിട്ടുള്ളവർക്ക് അത് അത്ര ഗുണകരമല്ല. അതായത് ദേഷ്യം വർദ്ധിക്കുന്നതിനും ഞാനെന്ന ഭാവം വർദ്ധിക്കുന്നതിനും എൻ്റേത് എന്നുള്ള ഭാവത്തിലേക്ക് ഒരു ദേഷ്യമൊക്കെ വർദ്ധിച്ച് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർ കലുഷിതമാകാതെ ശ്രദ്ധിക്കണം. അതായത് കുടുംബം കലുഷിതമായി കഴിഞ്ഞാൽ സമാധാനം പോകുമല്ലോ. ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ സ്ഥലത്തായാലും അതുപോലെ തന്നെയാണ്. ചില അധികാരങ്ങളോ അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളോ ഒക്കെ ഉള്ളവരായാലും അതെടുത്ത് വിനിയോഗിക്കുമ്പോൾ സാധാരണക്കാരെ ഒരു അവജ്ഞയോടെ കാണുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാം. അതൊക്കെ ചിലപ്പോൾ അത് പലതരത്തിലുള്ള മാനാപമാനങ്ങളോ അവിഖ്യാതികളോ പിണക്കങ്ങൾക്കോ വഴിവെക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി വേണം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. കമാൻഡിങ് പവർ ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. അതായത് അധികാരത്തിലിരിക്കുന്നവർ ഒരു കുടുംബത്തായാലും സമൂഹത്തിലായാലും പറഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കും. പക്ഷെ അത് ഒരു ദേഷ്യഭാവത്തിലേക്ക് മാറരുത് എന്ന് മാത്രം. അധ്യാപകരായാലും വിദ്യാർത്ഥികളോട് ഇടപെടുമ്പോൾ എടാ അത് ചെയ്യ് എന്ന് പറയുന്നതും മോനെ അത് ചെയ്യ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ കമാൻഡിങ് പവർ അത് സ്നേഹത്തോടു കൂടി ഒക്കെ ആയിരുന്നാൽ അഭിവൃദ്ധികൾ വന്നു ചേരും. അധ്യാപകർക്കെന്ന് മാത്രമല്ല, മറ്റ് ഇതര തൊഴിലുകൾ ചെയ്യുന്ന ഓഫീസേഴ്സ് ആയാലും താഴ്ന്ന ജോലികൾ ചെയ്യുന്നവര് സഹപ്രവർത്തകരോടും ഇടപാടുകാരോടും ഒക്കെ, ബിസിനസ്സുകാരായാലും ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നവർക്കായാലും ഒക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രയോജനപ്പെടുക തന്നെ ചെയ്യും. ഉയർച്ച ഉണ്ടാകുവാൻ ഇതൊരു പ്രധാന ഘടകവുമാണ്. ധൈര്യവും വീര്യവും ഒക്കെ ഏറിയിരിക്കുന്ന സമയമാണ്. മകരം രാശിയുടെ
മൂന്നാമിടത്ത് ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ദുർബുദ്ധിയുടെയും സ്ഥാനത്ത് ക്രൂരഗ്രഹങ്ങൾ, ആഗ്നേയഗ്രഹങ്ങൾ, പാപഗ്രഹങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നു. സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ വളരെ ശ്രദ്ധിക്കണം. മിലിറ്ററി ഓഫീസേഴ്സ്, സെക്യൂരിറ്റി ജീവനക്കാർ, പോലീസുകാര്, അതുപോലെ തന്നെ കുടുംബത്ത് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ, ഗ്യാസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന അമ്മമാര്, വീട്ടമ്മമാര്, സഹോദരിമാര് ഒക്കെ വളരെ ശ്രദ്ധ ആ കാര്യത്തിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ വീടുകളിലും ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ കൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്, കറണ്ടൊക്കെ ഉപയോഗിക്കുന്നത്. പടക്കങ്ങൾ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവര് വളരെ ശ്രദ്ധിക്കണം. ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അതിസാഹസികമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യുവാൻ പാടില്ല. ജലയാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പൊതുവെ ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് നാലാമിടത്തേക്ക് ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നതിനാൽ തൊഴിൽ രംഗത്ത് ഉയർച്ചകൾ വന്നു ചേരും. പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് പഠിച്ച വിദ്യക്കനുസരിച്ച് നല്ല ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ യോഗമുള്ള ഒരു സമയമാണ്. 65 ദിവസങ്ങളുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയോടുകൂടിയ ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് ശ്രമിക്കുന്നവർ, ഇപ്പോൾ താഴ്ന്ന രീതിയിൽ ജോലിയൊക്കെ ചെയ്യുന്നവരായാലും അത് അവർക്കൊരു തൊഴിൽ സ്ഥിരതപ്പെടുന്നതിനും യോഗം. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കുക വഴി വ്യാഴത്തിന്റെ അനുഗ്രഹത്തോടുകൂടി പ്രണയ സാഫല്യം ഉണ്ടാകാം. അതുപോലെ തന്നെ ഭൂമി വന്നു ചേരുന്നതിന് യോഗമുണ്ട്. ഗൃഹം പുതുക്കിപ്പണിയോ വാഹനം വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട്. സഹോദര സ്ഥാനീയർക്കോ സുഹൃത്തുക്കൾക്കോ അധിക ക്ലേശങ്ങൾ വന്നുപെടുകയും അതുമൂലം ധനച്ചെലവ് വരുവാനും സൂചനയുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സന്ദർഭമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുന്നതിനൊക്കെ ഉള്ള യോഗം ഉള്ള നല്ല സമയമാണ്. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായാലും മെഡിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്കായാലും വിജയങ്ങളൊക്കെ വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ അധിക ചെലവുകൾ വന്നു ചേരാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ്. ലാഭങ്ങളൊക്കെ കിട്ടുവാനും നല്ല രീതിയിൽ ഏറ്റെടുത്ത വർക്കുകൾ ഉത്തരവാദിത്തത്തോടുകൂടി ഭംഗിയായി ചെയ്തു തീർക്കുവാനും ഒക്കെ ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് ഈ മകരം രാശിക്കാർക്ക് യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുകയും മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യും. അതുപോലെ തന്നെയാണ് ദേവിക്ക് പായസം, മാല, എണ്ണ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളൊന്നും വരാതെ നല്ല ഉത്തമ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും സന്തോഷത്തോടുകൂടിയും ഐശ്വര്യത്തോടുകൂടിയും ജീവിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായ വിഷു ആശംസകൾ. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.